everyone, welcome to Kids Area Online. Class 1 English Annual Exam ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. LP, UP, ഇൻഡിപെൻഡന്റ് സ്കൂളുകാർക്ക് ഇനിയാണ് എക്സാം വരിക. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുള്ള സ്കൂളിലെ കുട്ടികൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഹൈസ്കൂളിലുള്ള സ്കൂളുകളിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ക്ലാസ് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ ആനുവൽ സ്കോളർ എക്സാം നടത്തുകയാണ്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം വരുന്നത്. അവധിക്കാലത്ത് കുട്ടികൾക്ക് വീട്ടിലിരുന്ന് ഒഴിവു സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് എക്സാം. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെ വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന് 190 രൂപയാണ് വില. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. വെക്കേഷൻ ക്ലാസ്സുകൾ എല്ലാ വർഷവും ഉള്ളതുപോലെ ഈ വർഷവും കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 6-നാണ് വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എഴുതാനും കൂട്ടി എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കുള്ള ക്ലാസ് ആണ് ആദ്യം വരുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് സ്വന്തമായിട്ട് എഴുതാൻ ഗ്രാമർ ആവശ്യമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അതിന് ആവശ്യമായിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ് നൽകുന്നുണ്ട്. മാത്സ് ബേസിക് ക്ലാസ് നൽകുന്നുണ്ട്. ഇതുപോലെ ഒത്തിരി ക്ലാസ് വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. 9746487799. First question, activity 1, listen and do. Listen and do ആണ് first question. Listen to a teacher and complete the picture. ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യണം. ആ ടീച്ചർ എന്താണോ ക്ലാസ്സിൽ പറയുന്നത് അതിനനുസരിച്ചാണ് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആദ്യം ഇവിടെ നോക്കാം. ഇവിടെ ഒരു മാംഗോ ട്രീ കാണുന്നുണ്ട് അല്ലേ? ഈ മാംഗോ ട്രീയില് അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വരുന്നത്. ഒന്നാമത്തത്, ഡ്രോ 5 മാംഗോസ് ഓൺ ദ ട്രീ. ഇതിപ്പോ എത്ര മാങ്ങകൾ കാണുന്നുണ്ട്? 1, 2. എത്ര മാംഗോസ് ആക്കണം? 5 മാംഗോസ് ആക്കണം അല്ലെ? അപ്പൊ ഡ്രോ, ഇപ്പൊ 2 എണ്ണം ഉണ്ട്. 5 മാംഗോസ് എന്തുണ്ട് ഈ മാവിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാങ്ങ വരയ്ക്കണം. ഒന്നാമത്തത് എന്താണ്? ഡ്രോ 5 മാംഗോസ് ഓൺ ദ ട്രീ. ട്രീയിൽ 5 മാംഗോസ് വരയ്ക്കണം. അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വേർ ഇസ് നിലു? നിലു എവിടാ? ഇതിൽ ആരാ നിലു? ഇതാണ് നിലു അല്ലെ? ഇതാണ് നിലു. ഡ്രോ എ ബട്ടർഫ്ലൈ നിയർ നിലു. നിലുവിന്റെ അടുത്ത് ഒരു ബട്ടർഫ്ലൈ വരയ്ക്കണം. നിലുവിന്റെ അടുത്തായിട്ട് ഒരു ബട്ടർഫ്ലൈ വരയ്ക്കണം. അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഡ്രോ എ ബൈസൈക്കിൾ അണ്ടർ ദ ട്രീ. മരത്തിന്റെ ചുവട്ടില് ഒരു സൈക്കിൾ വരയ്ക്കണം. ബൈസൈക്കിൾ വരയ്ക്കണം. ആർ there birds in the sky? സ്കൈയിൽ ബേർഡ്സ് ഉണ്ടോ? നോ. ഡ്രോ 3 birds in the sky. നാലാമത്തെ ചോദ്യം, ആകാശത്ത് 3 പക്ഷികളെ വരയ്ക്കുക, കിളികളെ വരയ്ക്കുക. അഞ്ചാമത്തെ ചോദ്യം, കളർ ദ ബിഗ് ഫ്ലവർ റെഡ്. ഇതിൽ ബിഗ് ഫ്ലവർ എവിടെയാണെന്ന് നോക്കുക. ഇതാണ് ബിഗ് ഫ്ലവർ. അതിന് റെഡ് കളർ കൊടുക്കുക. അപ്പൊ ആക്ടിവിറ്റി 1-ൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തത് 5 മാംഗോസ് വരയ്ക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തത് നിലുവിന്റെ അടുത്ത് ബട്ടർഫ്ലൈ വരയ്ക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് മരത്തിന്റെ ചുവട്ടിൽ ബൈസൈക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ്. നാലാമത്തത് 3 കിളികളെ ആകാശത്ത് വരയ്ക്കുക. അഞ്ചാമത് ഇതിൽ ബിഗ് ഫ്ലവർ, ഈ ഫ്ലവറിന് റെഡ് കളർ കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റി റീഡ് ആൻഡ് റൈറ്റ് ആണ്. റോബോ ഈസ് സിയാസ് ബെസ്റ്റ് ഫ്രണ്ട്. സിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് റോബോ. ദേ മെയ്ഡ് എ കൈറ്റ്. അവർ ഒരു പട്ടം ഉണ്ടാക്കി. എ ബിഗ് റെഡ് കൈറ്റ്. വലിയൊരു ചുവന്ന പട്ടം. They went to the park. അവർ പാർക്കിലേക്ക് പോയി. റോബോ ആൻഡ് സിയ flew the kite. പട്ടം പറത്താൻ തുടങ്ങി. സിയ clapped her hands. സിയ എന്ത് ചെയ്യാൻ തുടങ്ങി? കൈ കൊട്ടാനായിട്ട് തുടങ്ങി. Who is Zia's best friend? സിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? റോബോ. ആരാണ്? സിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? റോബോയാണ്. റോബോയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോബോ. അപ്പൊ എന്ത് ചെയ്യണം? ആ റോബോ ഇവിടെ എഴുതണം. ഈ റോബോയെ ഇവിടെ എഴുതുക. Who is Zia's best friend? റോബോ. അടുത്ത ചോദ്യം,
they went to the അവർ എങ്ങോട്ടേക്കാ പോയി? they went to the park. അതിൽ തന്നെ ഉത്തരമുണ്ട്. they went to the park. Zia dashed her hands. waved ആണോ clapped ആണോ? clapped. ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? അതും അതുപോലെ എഴുതുക. clapped. ഇതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ അടുത്ത് വരുന്ന നാലാമത്തെ ചോദ്യം, ഡ്രോ എ കൈറ്റ് ആൻഡ് കളർ ഇറ്റ് റെഡ്. ഒരു പട്ടം വരയ്ക്കുക, റെഡ് കളർ കൊടുക്കുക. ഗിവ് എ നെയിം ടു യുവർ കൈറ്റ്. എന്നിട്ട് ആ കൈറ്റിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക. അതായിരുന്നു അഞ്ചാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം പട്ടം വരയ്ക്കുക. അഞ്ചാമത്തെ ചോദ്യം ആ പട്ടത്തിന് ഒരു പേര് കൊടുക്കുക. ഓക്കെ, ഇതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തെ ആക്ടിവിറ്റി കോൺവെർസേഷൻ ആണ്. ക്യാൻ വി പ്ലേ വിത്ത് യു? കംപ്ലീറ്റ് ദ ഡയലോഗ്. ഇത് എന്ത് ചെയ്യുക? ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ദായിക്കുട്ടി പറയാണ്, ഐ ആം റൈഡിങ് എ ബൈസൈക്കിൾ. ഞാൻ സൈക്കിൾ റൈഡ് ചെയ്യാണെന്ന് പറയുകയാണ്. അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ എന്താ ചെയ്യുന്നേ എന്നായിരിക്കും അല്ലേ ചോദിച്ചിട്ടുണ്ടാവുക. അത് നമ്മൾ എങ്ങനെയാ എഴുതുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ് എന്നായിരിക്കും ചോദിച്ചത്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വാട്ട് ആർ യു ഡൂയിങ്? ഇപ്പൊ പറഞ്ഞു ഐ ആം റൈഡിങ് എ ബൈസൈക്കിൾ. ഇതാണ് ഒന്നാമത്തത്. അതിൽ ഇനിയുമുണ്ട്. രണ്ടാമത് ചോദിക്കുകയാണ്, ക്യാൻ വി പ്ലേ വിത്ത് യു? ക്യാൻ വി പ്ലേ വിത്ത് യു? അപ്പൊ പെൺകുട്ടി എന്ത് പറഞ്ഞിരിക്കാം? ഒന്നുകിൽ പറഞ്ഞിരിക്കാം യെസ് കം ഓൺ എന്ന് പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ യെസ് ലെറ്റ്സ് പ്ലേ എന്ന് പറഞ്ഞിരിക്കാം. ഇത് രണ്ടും ശരി ഉത്തരമാണ്. യെസ് കം ഓൺ എന്ന് എഴുതാം, യെസ് ലെറ്റ്സ് പ്ലേ എന്ന് എഴുതാം. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയം എഴുതാം. അത് അങ്ങനെ എങ്ങനെ എഴുതിയാലും ശരി ഉത്തരമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ആക്ടിവിറ്റി പാർക്കാണ്. ആദ്യം ഈ പിക്ചർ കളർ ചെയ്യണം. കളർ ദ പിക്ചർ. നൗ കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യണം. ദിസ് ഈസ് എ, ഇതെന്താണ്? ഇതെന്താ? ദിസ് ഈസ് എ പാർക്ക്. ദിസ് ഈസ് എ പാർക്ക്. ഇതൊരു പാർക്കാണ്. ദിസ് ഈസ് എ പാർക്ക്. there is a, അവിടെ എന്ത് കാണുന്നുണ്ട്? there is a, ഇതെന്താണ്? ടീച്ചർ ചോദിച്ചു ഇതെന്താ, ഇതിനെന്താ പറയാ? pond. അപ്പോൾ എന്താ എഴുതേണ്ടേ? there is a pond in the park. there is pond in the park. ഓക്കെ, മൂന്നാമത് ചിൽഡ്രൻ ആർ, കുട്ടികൾ എന്താ ചെയ്യുന്നേ? പട്ടം പറത്തുന്നു. അപ്പൊ എങ്ങനെ എഴുതാം? ചിൽഡ്രൻ ആർ ഫ്ലൈയിങ്. ചിൽഡ്രൻ ആർ ഫ്ലൈയിങ് kites. പട്ടം പറത്തുന്നു. ഇനി നമുക്ക് എന്ത് എഴുതാം? അടുത്ത ടീച്ചർ നിങ്ങളോട് എന്താ ചോദിച്ചിരുന്നത്? അടുത്ത ടീച്ചർ ചോദിച്ചു സ്വിങ് ചോദിച്ചു അല്ലെ? ഇതെന്താണ്? സ്വിങ് ആണെന്ന് പറഞ്ഞു. ഹൗ മെനി സ്വിങ്സ്? എത്ര സ്വിങ്സ് ഉണ്ട്? 2 സ്വിങ്സ് ഉണ്ട് അല്ലെ? അപ്പൊ എന്താ എഴുതേണ്ടത്? there are 2 swings. there are 2 swings. 2 ഊഞ്ഞാലുകൾ കാണുന്നത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം? there are 2 swings. ഇതായിരുന്നു അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതാൻ ഉണ്ടായിരുന്നത്. അടുത്ത ടീച്ചർ എന്തായിരുന്നു ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഇതൊരു വലിയ മരമാണോ എന്ന് ചോദിച്ചു അല്ലെ? is it a big tree? yes, this is a big tree. അല്ലെങ്കിൽ it is a big tree എന്ന് എഴുതുന്നതായിരുന്നു അടുത്ത ഉത്തരം. it is a big tree അല്ലെങ്കിൽ this is a big tree. ഇതൊരു വലിയ മരമാണ്. അടുത്ത എന്താ ചോദിച്ചത്? ഈ ബിഗ് മരം എന്തിന്റെ അടുത്താണ് നിൽക്കുന്നത്? ഈ വലിയ മരം പോണ്ടിന്റെ അടുത്ത് നിൽക്കുന്നു എന്ന് എഴുതണം അല്ലെ? അപ്പൊ ഇതിന് എ ബിഗ്, ഇത് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, ഈ സെന്റൻസ് എഴുതാം. അല്ലെങ്കിൽ എന്ത് എഴുതാം? എ ബിഗ് ട്രീ. A big tree is standing. A big tree is standing. എന്തിന്റെ അടുത്താ? near the pond. ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ എഴുതാനായിരുന്നു നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം ആഡ് മോർ ലൈൻസ് ആണ്. റോബോ, you are wonderful, big and smart. We can play, we can dance,
We are happy friends. അതുപോലെ വേറെ എന്ത് എഴുതാം? Robo, you are wonderful. Big and smart. We can jump. അല്ലെങ്കിൽ we can run. എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. We can jump. We can sing. We are happy friends. അതിവിടെ തന്നെ ഉണ്ട്. ഇത് അതുപോലെ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. ഈ 2 വരിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലേയുടെ സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാം, ഡാൻസിന്റെ സ്ഥലത്ത് മാറ്റി കൊടുക്കാം. ഇവിടെ പ്ലേയുടെ സ്ഥലത്ത് ജമ്പ് കൊടുത്തു, ഡാൻസിന്റെ സ്ഥലത്ത് സിംഗ് കൊടുത്തു. ബാക്കി അതുപോലെ എന്ത് ചെയ്യുക? എടുത്ത് എഴുതുക. വി ആർ ഹാപ്പി ഫ്രണ്ട്സ്. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ ചോദ്യപേപ്പർ. 1ാം ക്ലാസ്സിൽ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മളിപ്പോൾ നോക്കിയത്. എക്സാം ഈസി ആണല്ലോ എല്ലാവർക്കും? എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.